നമസ്കാരം. മാർക്കറ്റ് വാച്ചിലേക്ക് സ്വാഗതം. വളരെ ശ്രദ്ധേയമായ ഒരു വാരമാണ് കടന്നുപോയത്. നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിൽ നിരാശ ഉണ്ടാക്കിയ ഒരു വാരം എന്ന് നമുക്ക് കഴിഞ്ഞ വാരത്തെ വിശേഷിപ്പിക്കാം. ഇന്ത്യൻ ഓഹരി വിപണിയിൽ വലിയ തിരിച്ചടി ഈ വാരമുണ്ടായി. കഴിഞ്ഞ 7 ദിവസമായി ഓഹരി വിപണിയിൽ തുടർച്ചയായി നഷ്ടമാണ് അനുഭവപ്പെട്ടിരുന്നത്. സെൻസെക്സ് ഏകദേശം 1200ഓളം പോയിന്റാണ് 7 ദിവസത്തിനുള്ളിൽ നഷ്ടപ്പെട്ടത്. വലിയ തോതിലുള്ള നഷ്ടം നിരവധി സെക്ടറുകളിലും ഉണ്ടായി. നിക്ഷേപകർ ഒരുപക്ഷെ ബുദ്ധിപൂർവമായി നീങ്ങിയിട്ടുണ്ടാകാം എന്നുകൂടി ഈ അവസരത്തിൽ ഓർക്കുന്നു. വീക്കിലി ക്ലോസിംഗ് നമുക്കൊന്ന് നോക്കാം. 16,371 17,000 താഴെ സെൻസെക്സ് വീണ്ടും ക്ലോസ് ചെയ്തു. 16,371 ക്ലോസിംഗ് 90 പോയിൻ്റാണ് വെള്ളിയാഴ്ച കുറഞ്ഞത്. നിഫ്റ്റി 4,905 ക്ലോസ് ചെയ്തു. 28 പോയിൻ്റാണ് വെള്ളിയാഴ്ച കുറഞ്ഞത്. ആഗോള വിപണിയിലെ ചലനങ്ങൾ തന്നെയാണ് ഇന്ത്യൻ ഓഹരി വിപണിയെ താഴോട്ട് നയിച്ചത്. ഒപ്പം തന്നെ ഡോളറിൻ്റെ മൂല്യം 51 രൂപ 50 പൈസയ്ക്ക് അടുത്തെത്തുകയും ചെയ്തു. ഇതും വലിയ ശ്രദ്ധേയമായ ഒരു ഘടകമാണ്. വിപണിയിലെ സെൽ ഓഫിലേക്ക് ഇതും ഒരു കാരണമാവുകയും ചെയ്തു. ആദ്യം ഈ വാരത്തിൻ്റെ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് ഭുവനേന്ദ്രനോടൊന്ന് ചോദിക്കാം. എന്തുകൊണ്ടാണ് ഇത്തരമൊരു വലിയ സെൽ ഓഫ് വിപണിയിൽ ഉണ്ടായത്? വെള്ളിയാഴ്ചയ്ക്ക് ശേഷം തിങ്കളാഴ്ച മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇത് ആവർത്തിക്കുമോ? പൊതുവെ എല്ലാവർക്കും അറിയേണ്ട ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്. ഗ്ലോബലി തന്നെ മാർക്കറ്റ് ഒരു നെഗറ്റീവ് സോണിലാണ് മൂവ് ചെയ്യുന്നത്. ഇതിൻ്റെ പ്രധാന കാരണം ലാസ്റ്റ് വീക്ക് ഇറ്റലി, ഫ്രാൻസ്, അതുപോലെ തന്നെ സ്പെയിൻ രാജ്യങ്ങളുടെ ബോണ്ട് ഈൽഡ് വളരെയധികം ഹയർ ലെവലിലേക്ക് പോയി. ഇത് സൂചിപ്പിക്കുന്നത് വീണ്ടും ഒരു ക്രൈസിസ് യൂറോപ്പിലുണ്ട് എന്നുള്ളതാണ്. സോവറിൻ ഡെപ്റ്റ്സ് എന്ന് പറയുന്ന ക്രൈസിസിലേക്ക് വീണ്ടും പോകുമോ എന്നുള്ളൊരു സൂചന തന്നെയാണ് കാണിക്കുന്നത്. അതിൻ്റെ റിഫ്ലക്ഷനായിരുന്നു ഗ്ലോബൽ മാർക്കറ്റിലെല്ലാം തന്നെ ഒരു ഹ്യൂജ് സെൽ ഓഫ് നമ്മൾ കണ്ടത്. അതേപോലെ ചൈനയുടെ ഗ്രോത്തിനെ കുറിച്ചുള്ള ആശങ്ക, ചൈനയുടെ റിയാലിറ്റി പ്രൈസ് ഡൗൺ സൈഡിലേക്ക് വരുന്നു. അത് അവിടുത്തെ അതോറിറ്റീസ് എടുക്കുന്ന ചില സ്റ്റെപ്സാണ്, കാരണം ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാനായിട്ട്. പക്ഷേ ഇതൊക്കെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്തു. ഇവിടുത്തെ ഇപ്പോൾ റീസെൻ്റായിട്ട് വന്നിരിക്കുന്ന ഇഷ്യൂ അഭിലാഷ് നേരത്തെ പറഞ്ഞ പോലെ രൂപയുടെ മൂല്യം കുറഞ്ഞു പോകുന്നതാണ്. അത് വളരെയധികം നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു. ഒന്ന്, ഫിസിക്കൽ ഡെഫിസിറ്റ് കൂടി നിൽക്കുന്ന ഈ സമയത്ത് ക്രൂഡ് ഓയിൽ 80% ഇമ്പോർട്ട് ചെയ്യുന്ന ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ നെഗറ്റീവാണ്. 52 ലെവലിലേക്ക് ഡോളർ വന്നു എന്ന് പറയുന്നത് വളരെ നെഗറ്റീവാണ് ഇന്ത്യൻ എക്കോണമിയെ സംബന്ധിച്ച്. അതോടൊപ്പം തന്നെയാണ് ഇൻഫ്ലേഷൻ കൂടി നിൽക്കുന്നു, ഇൻട്രസ്റ്റ് റേറ്റ് കൂടി നിൽക്കുന്നത് പോലെയുള്ള പ്രശ്നങ്ങളൊരു ഭാഗത്ത്. അപ്പോൾ വീണ്ടും ഇന്ത്യൻ എക്കോണമിയെ സംബന്ധിച്ചും വളരെ നെഗറ്റീവായിട്ടുള്ള സൂചനകൾ തന്നെയാണ് വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മാർക്കറ്റ് വീണ്ടും മൺഡേ വളരെ ഒരു ഹയർ ലെവലിലേക്ക് ഓപ്പൺ ചെയ്യാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. ഒരു സൈഡ് വൈസ് മൂവ്മെൻറ്റ്സ് ആണ് നമുക്ക് മാർക്കറ്റിൽ പ്രതീക്ഷിക്കാൻ സാധ്യത മൺഡേ. ഇപ്പോഴും മാർക്കറ്റ് ഒരു നെഗറ്റീവ് സോണിൽ തന്നെയാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പ്രധാന കാരണം ഇപ്പോഴത്തെ റീസെൻ്റ് ആയിട്ടുള്ള ഇഷ്യൂ എന്ന് പറയുന്നത് ഈ ഫിസിക്കൽ ഡെഫിസിറ്റ് കൂടി വരാനുള്ള ഒരു സാഹചര്യം. കാരണം റുപ്പി വളരെ വീക്കായിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് വളരെയധികം മോശം ഒരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യും. കാരണം പല കമ്പനികൾക്കും വരാനിരിക്കുന്ന റിസൾട്ടുകളെ പോലും അത് എഫക്റ്റ് ചെയ്യാം. ഫോറക്സ് ലോസ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ബേർഡനായിട്ട് വരാൻ തന്നെയാണ് സാധ്യത. അടുത്ത ആഴ്ച, പ്രത്യേകിച്ചും തിങ്കളാഴ്ച മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്തായിരിക്കും സ്ഥിതി എന്നാണ് ഏറ്റവും പ്രധാനമായും അറിയേണ്ടത്. നേരത്തെ ഭുവനേന്ദ്രൻ സൂചിപ്പിക്കുകയും ചെയ്തു, വലിയ തോതിലുള്ള ഒരു നേട്ടം തിങ്കളാഴ്ച ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന്. നമുക്കറിയാം നിഫ്റ്റിയുടെ ലെവലുകൾ 4,905 ക്ലോസിംഗ്. 4,850 മുതൽ ഒരു സപ്പോർട്ട് വിപണിയിൽ ഉണ്ട് എന്നും പറയുന്നു. ഈ സാഹചര്യത്തിൽ ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോഴത്തെ നിലയിൽ ഒരു ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾക്കൊരു പോസിറ്റീവായിട്ട് തന്നെ കാണാം. നമ്മൾ നേരത്തെ പറഞ്ഞു ബിലോ 4,800 to 5,000 എന്ന് പറയുന്ന ഒരു ഫെയർ വാല്യൂ ആണ്. 4,800 ബിലോ ഒരു ഡിസ്കൗണ്ട് വാല്യൂ സ്റ്റോക്ക് മാർക്കറ്റിൽ എന്ന് പറയാം. ആ രീതിയിൽ തന്നെ ഇപ്പോഴത്തെ നിലയിൽ മാർക്കറ്റ് വലിയൊരു ഹയർ ലെവലിലേക്ക് പോകാനുള്ള സാധ്യത കുറവാണ്. കുറച്ചുകൂടെ മാർക്കറ്റിൽ ഹയർ ലെവൽ പോയാലും എഗെയിൻ സെല്ലിംഗ് വരാനുള്ള സാധ്യതയുണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ഒട്ടനവധി നെഗറ്റീവ് ഘടകങ്ങൾ ഇന്ത്യൻ എക്കോണമിയെ സംബന്ധിച്ചും വേൾഡ് എക്കോണമിയെ സംബന്ധിച്ചുമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കോഷ്യസ് അപ്രോച്ച് ആയിരിക്കും ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നല്ലത്. 4,800 ബിലോ പോകുന്നതോറും ഒരു ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ തിരഞ്ഞെടുത്ത അതും എ ഗ്രൂപ്പ് സ്റ്റോക്കുകളിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത് അഡ്വൈസബിൾ ആയിരിക്കും. ഈ ആഴ്ച വിപണിയിലുണ്ടായ മറ്റൊരു പ്രധാനപ്പെട്ട സംഭവമായിരുന്നു കിങ്ഫിഷർ എയർലൈൻസ് പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയും ഈ സ്റ്റോക്ക് വലിയ തോതിൽ താഴോട്ട് പോവുകയും ചെയ്തത്. 25 രൂപയ്ക്ക് താഴെ 23, 24 ലെവലിലാണ് വെള്ളിയാഴ്ചയും ഈ സ്റ്റോക്കിൽ ട്രേഡിംഗ് നടന്നത്. വളരെ ശ്രദ്ധേയമായ ഒരു ഇടിവ് കിങ്ഫിഷറിലുണ്ടായി. കിങ്ഫിഷറിൻ്റെ പ്രതിസന്ധി പരിഹരിക്കുവാനുള്ള ശ്രമം വലിയ തോതിൽ നടക്കുന്നുമുണ്ട്. നമുക്കറിയാം സത്യം കമ്പ്യൂട്ടേഴ്സിൻ്റെ ഒരു പ്രതിസന്ധി, സത്യം രാമലിംഗരാജുവിൻ്റെ വെളിപ്പെടുത്തലിനെ തുടർന്ന് വലിയ തോതിൽ താഴോട്ട് പോവുകയും പിന്നീട് തിരിച്ചു വരികയും ചെയ്യുന്നത് നമ്മൾ കണ്ടു. അതുപോലൊരു സാധ്യത, അത്തരമൊരു കണ്ണടച്ചുകൊണ്ടുള്ളൊരു നിക്ഷേപം ഒരുപക്ഷെ കിങ്ഫിഷറിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അനുയോജ്യമാണ്.
ഇപ്പോൾ സത്യം കമ്പ്യൂട്ടർ പോലെ ഒരു ഇഷ്യൂ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സത്യം കമ്പ്യൂട്ടേഴ്സ് അവരുടെ അക്കൗണ്ട്സ് ഒക്കെ തന്നെ ഫ്രോഡ് അക്കൗണ്ട് ആയിരുന്നു. അതെല്ലാം മൂടി വെച്ച് ഒരു സുപ്രഭാതത്തിൽ രാമലിംഗരാജു അത് വെളിപ്പെടുത്തുകയാണ് ചെയ്തത്. ഇവിടെ ട്രാൻസ്പെറൻ്റ് ആണ്. ഓരോ ക്വാർട്ടറും കണ്ടിന്യൂസ് ഈ ഒരു സെക്ടർ തന്നെ വലിയൊരു ലോസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് ഈ റീസെൻ്റായിട്ട് റുപ്പി വീക്കാകുന്നത് ഇവരുടെ ഏവിയേഷൻ ഫ്യൂവലിനൊക്കെ വളരെയധികം ഹയർ ലെവലിലേക്ക് പോകുന്നത് ഈ ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് വളരെ നെഗറ്റീവാണ്. അതുപോലെ പല ഗവൺമെൻറ് പോളിസീസും. അപ്പോൾ ഈ ഒരു കമ്പനി കിങ്ഫിഷറിനെ സംബന്ധിച്ച് ഇപ്പോൾ വലിയൊരു ഡെറ്റാണ് ഈ കമ്പനി ഇപ്പോൾ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം വലിയൊരു ഇൻട്രസ്റ്റ് റേറ്റും ഹയർ ലെവലിൽ നിൽക്കുന്നത്. തീർച്ചയായിട്ടും ഇതൊരു ബേർഡൻ തന്നെയാണ്. എന്തായാലും ഗവൺമെൻറ് എന്തെങ്കിലും മെഷേഴ്സ് എടുക്കുമെന്ന് വിചാരിക്കാം. അതിൽ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് പരിഗണിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പരിഗണന വരികയാണെങ്കിൽ തീർച്ചയായും ഇത് റിവൈവ് ചെയ്ത് വരാനുള്ളൊരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ഈ ഒരു ന്യൂസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്റ്റോക്ക് ഇത്രത്തോളം ലോവർ ലെവലിലേക്ക് വന്നത്. വലിയൊരു ഡെറ്റുള്ള കമ്പനിയാണ്. പക്ഷേ അതിനെ ഒരു റീസ്ട്രക്ചർ ചെയ്ത് നന്നാക്കി കൊണ്ടുവരാനുള്ള സ്റ്റെപ്പുകൾ കമ്പനിയുടെ ഭാഗത്തുനിന്നും ചെയ്തുകൊണ്ടിരിക്കുന്നു. വളരെ എഫക്റ്റീവായിട്ട് അതിനുള്ള സ്റ്റെപ്പുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സ്ഥിതിവിശേഷം വെൽ അവെയറാണ് കമ്പനി. അതുകൊണ്ട് തന്നെ സത്യം കമ്പ്യൂട്ടേഴ്സ് പോലൊരു ഇഷ്യൂ ഇതിനകത്ത് വരാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. റുപ്പിയുടെ വീക്കനിങ് ഡോളർ സ്ട്രെങ്തൻ ചെയ്യുന്നു. ഇതാണ് ഈ വാരം ശ്രദ്ധേയമായി കണ്ടതും ഇത് വിപണിയെ വലിയ തോതിൽ സ്വാധീനിക്കുകയും ചെയ്തു എന്ന് നമ്മൾ നേരത്തെ പറയുകയുണ്ടായി. IT സെക്ടർ പരിശോധിച്ചാൽ പ്രത്യേകിച്ചും IT സെക്ടർ വരുമാനം ഡോളറിലാണ് വരുന്നത്. സ്വാഭാവികമായിട്ടും IT മേഖലയിലെ കമ്പനികളുടെ വരുമാനത്തിൽ വർധനവ് ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത. ആ രീതിയിൽ നോക്കുമ്പോൾ ഈ സെക്ടർ എത്രത്തോളം അഡ്വൈസബിൾ ആണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ? ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ IT സെക്ടറിനെ സംബന്ധിച്ച് ഇതൊരു പോസിറ്റീവാണ്. അതിൻ്റെ റിഫ്ലക്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ സ്റ്റോക്ക് പ്രൈസിൽ നമ്മൾ കാണുന്നു. IT സെക്ടർ എല്ലാം തന്നെ വളരെയധികം ഹയർ ലെവലിലാണ് ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത്. അപ്പോൾ ഈ ഒരു ന്യൂസ് കൊണ്ടാണ് ഇവരെ സംബന്ധിച്ച് ഇവരുടെ പ്രോഫിറ്റബിലിറ്റി, ഒരു ഫോറക്സ് പ്രോഫിറ്റ് കൂടാനുള്ള സാധ്യത കൊണ്ടാണ് ഇപ്പോഴും ഇത് ഹയർ ലെവലിൽ തുടരുന്നത്. ഇപ്പോൾ നമ്മൾ TCS എടുത്താലും ഇൻഫോസിസ് എടുത്താലും എല്ലാം തന്നെ ഇപ്പോഴും ഹയർ ലെവലിലാണ്. എനിക്ക് തോന്നുന്നു മാർക്കറ്റ് വാച്ച് ഒരു വർഷം മുമ്പ് തന്നെ അടുത്തൊരു പോസിറ്റീവ് സെക്ടറായിട്ട് ബാങ്കിങ് അതുപോലെ തന്നെ IT സെക്ടറൊക്കെയാണ്. അതിൽ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തിരുന്ന IT സെക്ടറായിരുന്നു. ആ IT സെക്ടറാണ് ഇപ്പോൾ ഹയർ ലെവലിൽ വന്നത്. പക്ഷേ ഇപ്പോഴത്തെ വാല്യുവേഷൻ നമ്മൾക്ക് ഈ ഒരു വാല്യുവേഷൻ ഇത്ര ഹയർ ലെവലിലേക്ക് വരാനുള്ള പ്രധാന റീസൺ ഈ റുപ്പി ഇത്രത്തോളം വീക്ക് ആയതുകൊണ്ടാണ്. അതുകൊണ്ട് ഇപ്പോഴത്തെ കറണ്ട് ലെവൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് IT സെക്ടറിൽ അഡ്വൈസബിൾ അല്ല. കാരണം ഈ 1050, 950 ലെവലിൽ വളരെ സ്ട്രോങ് ആയിട്ട് TCSഉം അതുപോലെ ഇൻഫോസിസ് 2400, 2250 ലെവലുകളിൽ വളരെ ശക്തമായിട്ട് റെക്കമെൻഡ് ചെയ്തിരുന്നതാണ്. ആ സമയത്ത് വാല്യുവേഷൻ വളരെ ചീപ്പർ വാല്യുവേഷനായിരുന്നു. എന്നാൽ ഇന്ന് സ്ഥിതിവിശേഷം മാറി വാല്യുവേഷൻ IT സെക്ടർ എസ്പെഷ്യലി കുറച്ചൊരു ഹയർ ലെവലിലേക്ക് വന്നു. അത് ഇപ്പോഴത്തെ നിലയിൽ ഷോർട്ട് ടൈം ഗെയിനിന് വേണ്ടി ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ അല്ല. പക്ഷേ റുപ്പി വീണ്ടും ഈ രീതിയിൽ തുടരുകയാണെങ്കിൽ ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ചിലപ്പോൾ ഒരു അപ്സൈഡ് പ്രതീക്ഷിക്കാം. പക്ഷേ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഒരു റിസ്കി ഏരിയ തന്നെയായിരിക്കും. അതുകൊണ്ട് തൽക്കാലം IT സെക്ടറിൽ നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും നല്ലത്. അടുത്തൊരു കറക്ഷന് വേണ്ടി വെയിറ്റ് ചെയ്തതിന് ശേഷം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുന്നതായിരിക്കും നല്ലത്. വിപണിയിലെ ഈ തിരിച്ചടി സ്മോൾ ക്യാപ് സ്റ്റോക്കുകളിലും വലിയ നഷ്ടമുണ്ടാക്കി. വളരെ പ്രധാനപ്പെട്ട സ്മോൾ ക്യാപ് സ്റ്റോക്കുകൾ വരെ വലിയ തോതിൽ താഴോട്ട് പോയി. ഏകദേശം 20 രൂപയ്ക്കൊക്കെ താഴോട്ട് പോയ പ്രധാനപ്പെട്ട ചില സ്റ്റോക്കുകൾ വരെയുണ്ട്. സാധാരണഗതിയിൽ നിക്ഷേപകർ, പ്രത്യേകിച്ചും റീറ്റെയിൽ നിക്ഷേപകർ വലിയ തോതിൽ വാങ്ങുകയും വ്യാപാരം നടത്തുകയും ചെയ്യുന്ന സ്റ്റോക്കുകളാണിത്. ഈ സെക്ടറിലെ ഒരു മൂവ്മെൻറ്റിനെ നമുക്ക് എങ്ങനെ കാണാൻ കഴിയും? ഇതിലൊരു തിരിച്ചുവരവ് എത്രത്തോളം ഉടൻ സാധ്യമാണ്? ഉടൻ ഒരു തിരിച്ചുവരവ് പ്രതീക്ഷിക്കേണ്ട. കാരണം പലപ്പോഴും മാർക്കറ്റ് ബുൾഫേസ് സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് കഴിഞ്ഞൊരു മിഡിൽ സ്റ്റേജിലോട് കൂടിയിട്ടാണ് മിഡ് ക്യാപ് സ്റ്റോക്കുകൾ മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക. എപ്പോഴും ലാർജ് ക്യാപ് സ്റ്റോക്കുകളാണ് ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുക. അപ്പോൾ മാർക്കറ്റ് വാച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നിക്ഷേപകർക്ക് ഒരു അഡ്വൈസ് കൊടുത്തിട്ടുണ്ട്. കാരണം ഒട്ടനവധി ഇല്ലിക്വിഡ് ആയിട്ടുള്ള സ്ക്രിപ്പുകളാണ് പലരും ബൈങ് നടത്തിയിരുന്നത്. അപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മളുടെ മുന്നിൽ കാണുന്ന സ്റ്റോറി അല്ലെങ്കിൽ പഴയ ബാക്ക്ഗ്രൗണ്ട്, വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടുള്ള പ്രൊമോട്ടേഴ്സിൻ്റെ സ്റ്റോക്കുകൾ ബൈ ചെയ്യണമെന്ന് പറയുന്നത്, വളരെ ഷാർപ്പായിട്ടുള്ള ഒരു സെൽ ഓഫ് വരുമ്പോഴും അതിൻ്റെ റിക്കവറി പുൾ ബാക്ക് വരുമ്പോൾ ഈ എ ഗ്രൂപ്പ് സ്റ്റോക്കുകൾ അല്ലെങ്കിൽ ഫണ്ടമെൻ്റലി സൗണ്ട് ആയിട്ടുള്ള സ്റ്റോക്കുകൾ വളരെ ശക്തമായിട്ട് തിരിച്ചു വരും. അതിന് എക്സാമ്പിളാണ് നമ്മൾ പല സ്റ്റോക്കുകളും കണ്ടിട്ടുണ്ട്. സ്റ്റേറ്റ് ബാങ്ക് എടുത്താലും L&T എടുത്താലും റിലയൻസ് എടുത്താലും എല്ലാം തന്നെ എത്രത്തോളം ഷാർപ്പായിട്ട് ഫോൾ വരുന്നുണ്ടോ അതിലും വളരെ ശക്തമായിട്ട് തിരിച്ചു വരും നമ്മൾ കാണാം. അപ്പോൾ നിക്ഷേപകർ അതേ സമയത്ത് ഈ മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് സ്റ്റോക്കുകളൊക്കെ കണ്ടിന്യൂസ് ഡൗൺ സൈഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിക്ഷേപകർ പലപ്പോഴും ഒരു ഷിഫ്റ്റ് ആവശ്യമാണ്. ഫണ്ടമെൻ്റലി സൗണ്ട് ആയിട്ടുള്ള ഓഹരികൾ വാല്യൂ മാത്രം അല്ലെങ്കിൽ അതിൻ്റെ പ്രൈസ് മാത്രം പരിഗണന കൊടുക്കാതെ അതിൻ്റെ ഫണ്ടമെൻ്റൽസിന് ഇമ്പോർട്ടൻസ് കൊടുത്തുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ആയിരിക്കും അഡ്വൈസബിൾ. അത് പലപ്പോഴും മാർക്കറ്റ് വാച്ച് പറയുന്നതുമാണ്. കാരണം ഫ്രണ്ട് റൺ സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അതിൻ്റെ ക്വാണ്ടിറ്റി കുറവാണെങ്കിലും ഫ്രണ്ട് റൺ സ്റ്റോക്കുകൾ എത്രത്തോളം
ഡൗൺ സൈഡിലേക്ക് പോയാലും അതിലും ശക്തമായിട്ട് തിരിച്ചു വരും. അതിൻ്റെ എക്സാമ്പിളാണെന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു സമയത്ത് 895 ലെവൽ വരെ പോയതിനു ശേഷം 3600 ലെവൽ വരെ വളരെ ശക്തമായിട്ട് തിരിച്ചു വന്നു. L&T, റിലയൻസും ഒക്കെ നമ്മുടെ മുന്നിൽ റീസെൻ്റ് ആയിട്ട് വന്നിരിക്കുന്ന സ്റ്റോറി പോലും വളരെ ലോവർ ലെവൽ വന്നതിന് ശേഷം ഷാർപ്പായിട്ടുള്ള റിക്കവറി ചെയ്യുന്നു. അപ്പോൾ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ഇതിൽ കൂടുതലാണ്. കാരണം നിക്ഷേപകരെ സംബന്ധിച്ച് ഇതിൻ്റെ ട്രെൻഡ് മനസ്സിലാവുക. ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എടുത്താലും ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് 1800 വന്നതല്ല. കാരണം 3600 ലെവലിൽ നിന്നും കണ്ടിന്യൂസ് ഡൗൺ സൈഡിലേക്ക് പോകുന്നതല്ല, ഓരോ ഡൗൺ സൈഡിൽ നിന്നും പുൾ ബാക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ ഷാർപ്പായിട്ടുള്ള ഒരു സെല്ലിംഗ് വരുമ്പോൾ എ ഗ്രൂപ്പ് സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക, ആ പുൾ ബാക്ക് റാലിയിൽ എക്സിറ്റ് ചെയ്ത് മാറുക. ഇതാണ് പലപ്പോഴും അഡ്വൈസ് ചെയ്യുന്നത്. ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എടുത്താലും L&T എടുത്താലും റിലയൻസ് എടുത്താലും തന്നെ ഒട്ടനവധി ഓപ്പർച്യൂണിറ്റി നമ്മുടെ മുന്നിലുണ്ട്. ഷാർപ്പായിട്ടുള്ള ഒരു സെല്ലിംഗ് വരുമ്പോൾ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക. ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിൽ അത് തന്നെയാണ് നല്ലത്. അപ്പോൾ വളരെ ഷാർപ്പായിട്ടുള്ള ഒരു സെല്ലിംഗ് വരുമ്പോൾ നമ്മുടെ ചുറ്റും കാണുന്ന ന്യൂസുകൾ വളരെ നെഗറ്റീവായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ വളരെ സൗണ്ടായിട്ടുള്ള സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക, പുൾ ബാക്ക് റാലിയിൽ നിന്ന് എക്സിറ്റ് ചെയ്ത് മാറുക. കാരണം അടുത്ത ഡൗൺ സൈഡ് ബ്രേക്ക് ചെയ്ത മാർക്കറ്റ്, ഇപ്പോൾ നിഫ്റ്റിയുടെ ലെവൽ നമ്മൾ നേരത്തെ പറഞ്ഞു, നിഫ്റ്റി ഡൗൺ സൈഡ് ബ്രേക്ക് ചെയ്ത് പോവുകയാണ്. അതുപോലെ തന്നെ ഓരോ സ്റ്റോക്കുകളും ഡൗൺ സൈഡ് ബ്രേക്ക് ചെയ്ത് പോവുകയാണ്, അപ്പർ സൈഡ് ബ്രേക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഷാർപ്പ് ഫാളിൽ നിന്നും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക, റിലീഫ് റാലിയിൽ എക്സിറ്റ് ചെയ്യുക, ദെൻ അടുത്ത ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ പേഷ്യൻസ് കാണിക്കുക എന്ന് പറയുന്നതാണ്. മാർക്കറ്റ് നമ്മളുടെ മുന്നിലേക്ക് വരുമ്പോൾ മാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക. സ്റ്റോക്ക് മാർക്കറ്റിന് പുറകെ ആരും പോകരുത്. അപ്പോൾ സ്മോൾ ക്യാപ്പിൽ ഇൻവെസ്റ്റ് ചെയ്ത നിക്ഷേപകർ ഇനിയും പേഷ്യൻസ് എനിക്ക് തോന്നുന്നു ഒരു 1.5-2 വർഷമെങ്കിലും വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. പലപ്പോഴും 200 rupees വിലയുള്ള സ്റ്റോക്ക് 20 rupeesലേക്ക് വരാം. അതാണ് അതിൻ്റെ റിസ്ക് എന്ന് പറയുന്നത്. അതേസമയം തിരിച്ചും നമുക്ക് പ്രതീക്ഷിക്കാം, ഒരു ബുൾ ഫേസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 20-15 rupees ഉള്ള പല സ്റ്റോക്കുകളും 300-200 rupeesലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അവിടെ മൾട്ടി ഫോൾഡ് റിട്ടേൺ കിട്ടും. പക്ഷേ റിസ്ക് എന്ന് പറയുന്നത് ഹയർ റിസ്ക് ആണ്. അതുകൊണ്ട് നിക്ഷേപകർ വളരെ കോഷ്യസ് ആയിട്ട് ഇപ്പോഴത്തെ നിലയിൽ സ്മോൾ ക്യാപ്പും മിഡ് ക്യാപ്പിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം. വളരെ ഫെയർ വാല്യൂവിലാണ് ട്രേഡിംഗ് നടക്കുന്നത്. പക്ഷേ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ടൈം ഫ്രെയിം എന്ന് പറയുന്ന ഒരു 1 year to 1.5 years ഒരു ടൈം ഫ്രെയിമോട് കൂടിയുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും നല്ലത്. കാരണം ഇപ്പോഴും ഒട്ടനവധി ഇഷ്യൂസ് സോൾവ് ചെയ്യാനായിട്ട് കിടക്കുന്നുണ്ട് ഇന്ത്യൻ എക്കോണമിയെ സംബന്ധിച്ച്. അതിനൊരു പരിഹാരം കാണുകയാണെങ്കിൽ മാത്രമേ മാർക്കറ്റിൽ ഒരു ശക്തമായിട്ടുള്ളൊരു തിരിച്ചുവരവ് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. മാർക്കറ്റ് വാച്ചിൽ ഇനി ഒരു ഇടവേള. നമ്മളിനി കത്തുകളിലേക്ക് കടക്കുകയാണ്. കുവൈറ്റിൽ നിന്നും ശ്രീ അരവിന്ദാക്ഷൻ്റെ കത്താണ് ആദ്യം. അദ്ദേഹം മാർക്കറ്റ് വാച്ചിൻ്റെ നിർദ്ദേശമനുസരിച്ചുമാണ് നിക്ഷേപങ്ങൾ നടത്താറുള്ളത്. അദ്ദേഹത്തിന് ഈ സാഹചര്യം ഒരു ഇൻവെസ്റ്റ്മെൻറ്റിന് അനുയോജ്യമാണോ, വിപണിയിൽ ഈ സാഹചര്യം അനുയോജ്യമാണോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഒപ്പം തന്നെ ഒരു ലോങ് ടേമിൽ മാർക്കറ്റിൻ്റെ ഔട്ട്ലുക്ക് എങ്ങനെയെന്നും ശ്രീ അരവിന്ദാക്ഷന് അറിയേണ്ടതുണ്ട്. ലോങ് ടേം മാർക്കറ്റിൻ്റെ ഒരു ഔട്ട്ലുക്ക് അത്രത്തോളം പോസിറ്റീവ് അല്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. റുപ്പി വളരെ ഓരോ ദിവസവും ഓരോ ബാഡ് ന്യൂസ് മാർക്കറ്റിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ രീതിയിലൊരു ഔട്ട്ലുക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഒരു വർഷത്തേക്ക് മാർക്കറ്റിൻ്റെ ഔട്ട്ലുക്ക് കുറച്ച് മോശം തന്നെയാണ്. കാരണം റുപ്പി വീക്കാവുന്നു, ഇൻഫ്ലേഷൻ, ഫിസ്ക്കൽ ഡെഫിസിറ്റ്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒരു ഭാഗത്ത്. അതോടൊപ്പം ഗ്ലോബലി ഉള്ള ക്രൈസിസ്, ഇതൊക്കെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിനെയും എഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇൻവെസ്റ്റേഴ്സ് എടുക്കേണ്ട ഡിസിഷൻ ഷാർപ്പായിട്ടുള്ള ഒരു ഫാൾ വരുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക. 4800 ബിലോ തീർച്ചയായിട്ടും ഒരു സേഫായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയായിരിക്കും തിരഞ്ഞെടുത്ത വളരെ നല്ല സ്റ്റോക്കുകൾ. അപ്പോൾ ചെയ്യേണ്ടത് ചെറിയ രീതിയിൽ ഒരു ട്രേഡർ ആകുക എന്നുള്ളതാണ്. ഒരിക്കലും ഡേ ട്രേഡിംഗ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. വളരെ ഷാർപ്പായിട്ടുള്ള ഒരു സെല്ലിംഗ് വരുമ്പോൾ തിരഞ്ഞെടുത്ത നല്ല സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക. അതിൽ നമുക്ക് പ്രധാനമായിട്ടും അദ്ദേഹം സെക്ടറുകളും അതുപോലെ സ്റ്റോക്കുകളും ചോദിച്ചിട്ടുണ്ട്. അതിൽ റിലയൻസ് വളരെ അടുത്തൊരു ഡൗൺ സൈഡ് മാർക്കറ്റ് പോകുമ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിളാണ്. ലാർസൻ ആൻഡ് ടൂബ്രോ, ഹീറോ മോട്ടോഴ്സ്, അതുപോലെ തന്നെ ബജാജ് ഓട്ടോ, ഇങ്ങനെയുള്ള ഭാരതി എയർടെൽ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, യെസ് ബാങ്ക്, ഈ സ്റ്റോക്കുകൾ അടുത്തൊരു സെൽ ഓഫോട് കൂടി തീർച്ചയായിട്ടും ഷാർപ്പായിട്ടൊരു പുൾ ബാക്ക് ലഭിക്കും. ആ പുൾ ബാക്കിൽ നിന്ന് എക്സിറ്റ് ചെയ്യുക, വീണ്ടും ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുക. എന്നും ട്രേഡ് ചെയ്യണം അല്ലെങ്കിൽ വീക്കിലി ട്രേഡ് ചെയ്യണം എന്നുള്ളൊരു സ്ട്രാറ്റജി ഒരിക്കലും നല്ലതല്ല. ഷാർപ്പായിട്ടുള്ള ഒരു സെൽ ഓഫ് വരുമ്പോൾ നെഗറ്റീവ് ന്യൂസുകൾ സ്പ്രെഡ് ചെയ്യും. അത് നമ്മൾ പോസിറ്റീവായിട്ട് തന്നെ കാണണം. ആ ഒരു സമയത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക. ഈ ഞാൻ പറഞ്ഞ റിലയൻസ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ബജാജ് ഓട്ടോ, ഹീറോ മോട്ടോഴ്സ്, ഭാരതി, യെസ് ബാങ്ക് പോലെയുള്ള ഫ്രണ്ട് റൺ സ്റ്റോക്കുകളിൽ അടുത്തൊരു ഷാർപ്പ് ഫാൾ വരുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനായിരിക്കും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നല്ലത്. ഷോർട്ട് ടൈം മാർക്കറ്റ് ഒരു നെഗറ്റീവ് സോണിൽ തന്നെയാണ് മൂവ് ചെയ്യുന്നത്. അടുത്ത ശ്രീ സിനോജിൻ്റെ കത്ത് പത്തനംതിട്ടയിൽ നിന്നാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ സെക്ടർ വൈസ് കുറേ സ്റ്റോക്കുകളുടെ ഇൻവെസ്റ്റ്മെൻറ്റിനുള്ള ശുപാർശകൾ മാർക്കറ്റ് വാച്ചിലൂടെ നൽകിയിരുന്നു. ഈ ലെവലിൽ, ഇപ്പോഴത്തെ ലെവലിൽ ഈ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഈ സ്റ്റോക്കിൽ അഡ്വൈസബിൾ ആണോ എന്നാണ് സിനോജിന് അറിയേണ്ടത്. തീർച്ചയായിട്ടും ഇത് ലാസ്റ്റ് വീക്ക് റെക്കമെൻഡ് ചെയ്തിരുന്ന സ്റ്റോക്കുകൾ
ഒരു സെൽ ഓഫ് വരികയാണെങ്കിൽ മാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക. അതുകൊണ്ടാണ് 2 സപ്പോർട്ട് ലെവൽ. ആദ്യത്തെ ലെവൽ 20% ബൈ ആണ് അഡ്വൈസ് ചെയ്തത്. സെക്കൻഡ് സ്റ്റേജിൽ 40%. ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ട് അതിൽ റെക്കമെൻഡ് ചെയ്തത് കോട്ടക് മഹീന്ദ്ര ബാങ്കാണ്. കോട്ടക് മഹീന്ദ്ര 480, 451 ലെവലിലായിരുന്നു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയത്. ആ സ്റ്റോക്ക് 462 ലെവൽ വരെ വന്നു. അതിനുശേഷം ക്ലോസിംഗ് 474 അപ്പോൾ അടുത്തൊരു സ്റ്റേജിൽ സെൽ ഓഫ് വരുമ്പോൾ ഈ 2 ലെവൽ തീർച്ചയായിട്ടും ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആണ്. അതുപോലെ മണപ്പുറം ഫിനാൻസ് 2 ലെവലാണ് 60 and 54. ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എങ്ങനെയാണ് എന്നുള്ളതാണ്. നമ്മൾ ആദ്യത്തെ ലെവൽ ഫസ്റ്റ് സപ്പോർട്ട് ലെവൽ വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുക. അത് ബ്രേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അവോയ്ഡ് ചെയ്യുക, അതല്ല എങ്കിൽ 20% ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക. രണ്ടാമത്തെ സ്റ്റേജിലേക്ക് പോകുന്തോറും നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് കൂട്ടണം, 40% ആയിട്ട് ഇൻക്രീസ് ചെയ്യണം. അപ്പോൾ 2 സ്റ്റേജ് ബൈയിങ്ങോട് കൂടി നമ്മളുടെ 40 + 20 60% ബൈ നടത്തുക, 60% ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക. അടുത്ത ഷാർപ്പ് സെൽ ഓഫ് വരികയാണ്. ആദ്യത്തെ 2 സെല്ലിങ്ങിന് ശേഷം മാർക്കറ്റിൽ ഒരു പുൾ ബാക്ക് ലഭിക്കും. അതിൽ നമുക്ക് എക്സിറ്റ് ചെയ്ത് മാറാം. അതാണ് 2 സ്റ്റേജ് ബൈയിങ്. ആദ്യത്തെ ലെവൽ 20%, ദെൻ സെക്കൻഡ് സ്റ്റേജ് 40%. അപ്പോൾ ആവറേജ് പ്രൈസ് നമ്മൾക്ക് കുറഞ്ഞു വരും. ഫോർ എക്സാമ്പിൾ 100 rupees ഉള്ളൊരു സ്റ്റോക്കിൽ നമ്മൾ 20% ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി, ദെൻ 80 rupeesലേക്ക് അടുത്ത സപ്പോർട്ട് ലെവൽ നമ്മൾ 40% ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ ഇവൻ്റെ ആവറേജ് പ്രൈസ് 87 വരും. ഇതാണ് ഒരു ബൈയിങ് സ്ട്രാറ്റജി. അപ്പോൾ അടുത്ത മാർക്കറ്റ് പുൾ ബാക്ക് നോർമലി 80 rupeesലേക്ക് പോകുമ്പോൾ വളരെ ഷാർപ്പായുള്ള ഒരു പുൾ ബാക്ക് ലഭിക്കുമ്പോൾ ആദ്യത്തെ സ്റ്റേജ് 40% ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ 92, 93 നമുക്ക് എക്സിറ്റ് ചെയ്ത് മാറാം. അതല്ല വളരെ മോശമായിട്ടുള്ളൊരു ന്യൂസ് വരികയാണെങ്കിൽ തേർഡ് സ്റ്റേജ് ബൈയിങ് 30%. അതാണ് 20, 40, 30, ദെൻ ഫൈനലി ഹ്യൂജ് സെൽ ഓഫ് വരാൻ 10%. ഇതോടുകൂടി ഫുള്ളി ഇൻവെസ്റ്റഡ് ആയിരിക്കുക. പക്ഷേ സെക്കൻഡ് സ്റ്റേജ് ബൈയിങ്ങോട് കൂടി തന്നെ നമുക്കൊരു പുൾ ബാക്ക് ലഭിക്കും, അതിൽ നിന്ന് എക്സിറ്റ് ചെയ്ത് മാറുക. അപ്പോൾ അത് ചെറിയൊരു ട്രേഡറായിട്ട് മാറുക എന്നുള്ളതാണ് റീസെൻ്റായിട്ട് എടുക്കാവുന്ന ഒരു സ്ട്രാറ്റജി. അതിൽ മണപ്പുറം, കോട്ടക് മഹീന്ദ്ര ബാങ്ക് ഇങ്ങനെയുള്ള സ്റ്റോക്കുകളാണ്. ദെൻ നമ്മൾ റിലയൻസ് ആണ് 860, 809. ഇതിൽ 860 വളരെ ക്ലോസ് ആയിട്ട് ലാസ്റ്റ് വീക്ക് പറഞ്ഞു, വളരെ ക്ലോസ് ആയി വാച്ച് ചെയ്ത് 860 ബ്രേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ 809 ലെവലിലേക്ക് പോകാം. എന്നാൽ ലാസ്റ്റ് വീക്ക് അതും ബ്രേക്ക് ചെയ്ത് നമ്മൾ കണ്ടു 87 ലെവലിലേക്ക് പോയി. അപ്പോൾ റിലയൻസിനെ സംബന്ധിച്ച് വളരെ ഒരു നല്ല ഓപ്പർച്യൂണിറ്റി നിക്ഷേപകരെ സംബന്ധിച്ച് ലഭിച്ചു. 808 ലെവലിലാണ് സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത്. കുറച്ചുകൂടി ഡൗൺ 780 ലെവലിലേക്ക് പോവുക, അതൊരു സേഫർ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഓരോ സപ്പോർട്ട് ലെവൽ വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്തതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുക. റിലയൻസ് ഇപ്പോഴൊരു ബൈ അഡ്വൈസബിൾ ആണ്. ദെൻ 96, 87 ലെവലിലാണ് റിലയൻസ് പവർ റെക്കമെൻഡ് ചെയ്ത്. 86 ആണ് ഈ സ്റ്റോക്ക് ഡൗൺ സൈഡ് വരെ മാക്സിമം ഡൗൺ സൈഡ് പോയത് ലാസ്റ്റ് വീക്ക്. 90ലാണ് ക്ലോസിങ്. അപ്പോൾ ആവറേജ് പ്രൈസിന് മുകളിലേക്ക് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നു എന്നുള്ളതാണ്. നമുക്ക് പേഷ്യൻസ് കാണിക്കുക, സപ്പോർട്ട് ലെവൽ വരുമ്പോൾ മാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക. ദെൻ നമ്മൾ ഹിൻഡാൽകോ, സെയിൽ, അതുപോലെ തന്നെ മഹീന്ദ്രയിൽ വളരെ കൃത്യമായിട്ട് തന്നെ ക്ലാരിറ്റിയോട് കൂടി പറഞ്ഞിരുന്നു വാല്യുവേഷൻ കുറച്ചൊരു ഹയർ ലെവലിലാണ്, 14th റിസൾട്ടിന് ശേഷം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക എന്ന്. അവരുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സും പാറ്റൊക്കെ മാർക്കറ്റിൻ്റെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ പറ്റിയില്ല. അതാണ് ആ സ്റ്റോക്ക് ലോവർ ലെവലിലേക്ക് പോയത്. പക്ഷേ ഇപ്പോഴത്തെ നിലയിൽ ഒരു ഫെയർ വാല്യൂവിലാണ് ഇവരുടെ സ്റ്റോക്ക് ട്രേഡിംഗ് നടക്കുന്നത്. റീറ്റെയിൽ നിക്ഷേപകർക്ക് കറണ്ട് ലെവൽ ഒരു ബൈ അഡ്വൈസബിൾ ആണ് മഹീന്ദ്ര. കാരണം അവരുടെ സെയിൽസൊക്കെ ഇൻലൈൻ വിത്ത് എക്സ്പെക്റ്റേഷൻ ആയിരുന്നു. വലിയൊരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായില്ല. കാരണം അതിൻ്റെ പ്രധാന റീസൺ നമ്മൾക്കറിയാം. എന്നാലും മോശമല്ലാത്ത റിസൾട്ട് അനൗൺസ് ചെയ്തു. ഇപ്പോഴത്തെ നിലയിൽ വാല്യൂ ജസ്റ്റിഫൈ ആവുന്ന രീതിയിലാണ്. തീർച്ചയായിട്ടും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആണ്. അതുപോലെ തന്നെ ബജാജ് ഓട്ടോ, ദെൻ ITC, ദെൻ ടൈറ്റാൻ 200, 191 2 ലെവലാണ് പറഞ്ഞിരുന്നത്. 184 ലെവൽ വരെ വന്നതിന് ശേഷമാണ് വളരെ ഷാർപ്പായിട്ടുള്ള ഒരു പുൾ ബാക്ക് ലഭിച്ച് 203 ലെവലാണ്. അപ്പോൾ ആവറേജ് ഫസ്റ്റ് ബൈയിങ്ങിന് എബവ് ആണ് ഇപ്പോൾ ഈ സ്റ്റോക്ക് ട്രേഡിംഗ് നടക്കുന്നത്. അപ്പോൾ ഈ സപ്പോർട്ട് ലെവലുകൾ വളരെ ക്ലോസ് ആയി വാച്ച് ചെയ്ത് അത് ബ്രേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ബൈ അവോയ്ഡ് ചെയ്യുക, അതല്ലെങ്കിൽ 20% ഇൻവെസ്റ്റ്മെൻറ്റ് എടുത്തുക. സെക്കൻഡ് സ്റ്റേജ് സപ്പോർട്ട് സോണിലേക്ക് പോകുന്നതോറും അത് 40% ആയിട്ട് ഇൻക്രീസ് ചെയ്യുക. ദെൻ തേർഡ് സ്റ്റേജ് വരാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. അത്രത്തോളം നെഗറ്റീവ് ന്യൂസുകൾ വരികയാണെങ്കിൽ മാത്രമേ പോകാൻ സാധ്യതയുള്ളൂ. ഞാൻ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്യാൻ കാരണം നിക്ഷേപകർ വളരെ കോഷ്യസ് ആയിട്ട് തന്നെ മാർക്കറ്റിനെ സമീപിക്കണം. കാരണം വരും ദിവസങ്ങളിൽ ഒട്ടനവധി വോളറ്റിലിറ്റി മാർക്കറ്റിൽ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സപ്പോർട്ട് സോണിലേക്ക് വരുമ്പോൾ മാത്രം സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും അഡ്വൈസബിൾ. അതിൽ നിന്നും ഷാർപ്പായിട്ടുള്ളൊരു പുൾ ബാക്ക് വരുമ്പോൾ എക്സിറ്റ് ചെയ്ത് മാറി നിൽക്കുക. ഈ സ്ട്രാറ്റജി ആയിരിക്കും വരും ദിവസങ്ങളിൽ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നല്ലത്. ഇനിയൊരു ചെറിയ ഇടവേള കൂടി. മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. അടുത്ത കത്തിലേക്ക് കടക്കുന്നു. ശ്രീ തോമസ് ജോണിൻ്റെ കത്താണ് അടുത്തത്. അദ്ദേഹം റോൾട്ടയെക്കുറിച്ചാണ് ചോദിക്കുന്നത്. ഈ സ്റ്റോക്ക് വലിയ തോതിൽ താഴോട്ട് പോയിരുന്നു. 64 ലെവലിൽ ഈ സ്റ്റോക്കിൽ എൻ്റർ ചെയ്യുന്നത് ഗുണകരമാണോ എന്നാണ് ശ്രീ തോമസ് ജോണിന് അറിയേണ്ടത്.
റോൾട്ടയുടെ പ്രൊമോട്ടേഴ്സിനെ കുറിച്ചുള്ള ചില ന്യൂസുകളാണ് ഈ സ്റ്റോക്ക് കണ്ടിന്യൂസ് ഡൗൺ സൈഡിലേക്ക് പോകാൻ കാരണമായത്. FISും അതുപോലെ ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ തൽക്കാലം ഈ സ്റ്റോക്കിൽ നിന്ന് മാറി. കാരണം പ്രൊമോട്ടേഴ്സ് സ്റ്റോക്ക് പ്ലെഡ്ജ് ചെയ്തിരുന്നു. ഈ ന്യൂസൊക്കെ പുറത്തു വന്നതിന് ശേഷം ഈ കമ്പനിയെക്കുറിച്ചുള്ള ഒരു ക്ലാരിറ്റി കുറവൊക്കെ തന്നെയാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഈ സ്റ്റോക്കിൽ നിന്നും മാറി. അതാണ് ഈ സ്റ്റോക്ക് ഇത്രത്തോളം ഡൗൺ സൈഡിലേക്ക് പോകാനുള്ളൊരു കാരണം ഉണ്ടായത്. ഇപ്പോഴത്തെ നിലയിൽ വാല്യുവേഷൻ ഒരു ഫെയർ വാല്യൂവിൽ തന്നെയാണ് ട്രേഡിംഗ് നടക്കുന്നത്. ഒരു ചെറിയ റിസ്ക് എടുക്കാൻ പറ്റുന്ന നിക്ഷേപകരെ സംബന്ധിച്ച് ഇപ്പോഴത്തെ നിലയിൽ ഒരു ബൈ അഡ്വൈസബിൾ ആണ്. കാരണം കണ്ടിന്യൂസ് ഡൗൺ സൈഡിൽ പോകാനുള്ള പ്രധാന റീസൺ പല സ്റ്റോക്കുകളും ഇപ്പോൾ റീസെൻ്റായിട്ട് ഡൗൺ സൈഡിൽ പോകാനുള്ള കാരണം മാർജിൻ സെല്ലിങ് വന്നു, പ്രൊമോട്ടേഴ്സ് പ്ലെഡ്ജ് ചെയ്ത സ്റ്റോക്കുകൾ സെല്ലിങ് വന്നു. അങ്ങനെയുള്ള ന്യൂസുകൾ വരുമ്പോൾ തീർച്ചയായിട്ടും പ്രൊമോട്ടേഴ്സിനെ സംബന്ധിച്ച് അതൊരു ബാഡ് ന്യൂസാണ്. അങ്ങനെ ന്യൂസ് വരുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഈ സ്റ്റോക്കിൽ നിന്നും ഈ കമ്പനിയിൽ നിന്നും മാറുന്നു. ആ ഒരു സ്ഥിതി വരുമ്പോൾ ഒരു വലിയ സെല്ലിംഗ് പ്രഷർ ഈ സ്റ്റോക്കിൽ വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ സ്റ്റോക്കുകൾ പല സ്റ്റോക്കുകളിലും ഇങ്ങനെ ഒരു ന്യൂസുകളുണ്ട്. ആ ന്യൂസിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സ്റ്റോക്കുകളെല്ലാം തന്നെ ഡൗൺ സൈഡിലേക്ക് പോയിരിക്കുകയാണ്. ഇപ്പോഴത്തെ നിലയിൽ റോൾട്ട കറണ്ട് ലെവൽ റിസ്ക് ഡൗൺ സൈഡ് റിസ്ക് കുറവാണ്. ഇപ്പോഴത്തെ നിലയിൽ ഒരു ബൈ അഡ്വൈസബിൾ ആണ്. അടുത്ത ആഴ്ചത്തെ സാധ്യതകളെക്കുറിച്ചാണ് ഇനി അറിയേണ്ടത്. പ്രത്യേകിച്ചും നിഫ്റ്റി ഈ ലെവലിൽ നിൽക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട സപ്പോർട്ട് എവിടെ എന്നായിരിക്കും എല്ലാവർക്കും അറിയാൻ കൂടുതൽ ആകാംക്ഷ. ടെക്നിക്കലി അടുത്ത ആഴ്ച മാർക്കറ്റിനെ നമുക്ക് എങ്ങനെ കാണാം? ടെക്നിക്കലി മാർക്കറ്റിൻ്റെ മേജർ സപ്പോർട്ട് ലെവൽ 4700 തന്നെയാണ്. 4700 4720 എന്ന് പറയുന്ന ഫസ്റ്റ് സപ്പോർട്ട് സോണാണ്. അതിൽ ശ്രദ്ധിക്കുക, 4690 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ വീണ്ടും മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് പോകാം. ദെൻ 4480 4480 ഫൈനലി 4340 അതൊരു ഫൈനൽ ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം. 4690 ബ്രേക്ക് ചെയ്യുന്നുണ്ടോ എന്ന് വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുക. അതല്ല എങ്കിൽ തീർച്ചയായിട്ടും ഒരു 40% ഇൻവെസ്റ്റ്മെൻറ്റ് 4800 ബിലോ അഡ്വൈസബിൾ ആണ്. അതോടൊപ്പം ഗ്ലോബൽ ന്യൂസുകൾ നന്നായിട്ട് സ്റ്റഡി ചെയ്യുക. നെക്സ്റ്റ് വീക്ക് US-ൻ്റെ GDP വരുന്നു. അതൊക്കെ മാർക്കറ്റിനെ 2.5% ആണ് പ്രതീക്ഷിക്കുന്നത്. മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മേജർ ന്യൂസ് എന്ന് പറയുന്നത് US-ൻ്റെ GDP ആണ്. ആ ന്യൂസുകളും ഗ്ലോബൽ ന്യൂസുകളും ഇന്ത്യൻ എക്കോണമിയിൽ നിന്ന് വരുന്ന ന്യൂസുകളൊക്കെ സ്റ്റഡി ചെയ്തതിന് ശേഷം മാത്രം ഗ്രൂപ്പ് സ്റ്റോക്കുകളിൽ മാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക. ഒരു ഹ്യൂജ് സെൽ ഓഫ് വരുമ്പോൾ മാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക. അതിനുശേഷം റിലീഫ് റാലിയിൽ എക്സിറ്റ് ചെയ്ത് മാറുകയും ചെയ്യുക. മാർക്കറ്റ് വാച്ചിൻ്റെ ഈ ലക്കം അവസാനിക്കുകയാണ്. വിപണിയെ സംബന്ധിച്ച നിങ്ങളുടെ സംശയങ്ങൾ തുടർന്നും എഴുതി അറിയിക്കുക. investment@asiannews.in എന്ന വിലാസത്തിലാണ് അയക്കേണ്ടത്. അല്ലെങ്കിൽ ഏഷ്യാനെറ്റ് ന്യൂസ് NH ബൈപ്പാസ് ജംഗ്ഷൻ പാലാരിവട്ടം കൊച്ചി 25 എന്ന വിലാസത്തിൽ അയക്കുക. അപ്പോൾ അതുപോലെ ഹെഡ്ജ് ഇക്വിറ്റീസിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ N ഭുവനേന്ദ്രനാണ് മാർക്കറ്റ് വാച്ചിലൂടെ നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുക. മാർക്കറ്റ് വാച്ചിനെ അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം. നമസ്കാരം.